എല്ലാവർക്കും ഇന്നത്തെ റീഡിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്, നിങ്ങളിപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ ആ പേഴ്സൻ്റെ കറണ്ട് എനർജി അല്ലെങ്കിൽ ആ പേഴ്സൺ ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന കാര്യങ്ങൾ, അതായത് ആ പേഴ്സൻ്റെ ഫീലിങ്സ്, ഇതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അതായത് ആ പേഴ്സൻ്റെ കറണ്ട് എനർജി അല്ലെങ്കിൽ ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന കാര്യങ്ങൾ, അതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഈ ഒരു നിമിഷം ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ചും ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനെ കുറിച്ചും ചിന്തിക്കുന്നത് എന്താണ്, ആ പേഴ്സൻ്റെ കറണ്ട് എനർജി എന്താണ് എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കുഞ്ഞു സന്ദേശം അതെന്താണെന്നും നമ്മളിന്ന് നോക്കുന്നുണ്ട്. എനിക്കിവിടെ ലഭിക്കുന്ന മെസ്സേജസ് എല്ലാം തന്നെ ഞാൻ നിങ്ങളോട് പറയാം. ഇതിലെന്താണോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് അത് മാത്രം നിങ്ങൾ എടുക്കുക. റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ, ഇതുപോലെയുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മോട്ടിവേഷൻ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനലിലെ മറ്റ് വീഡിയോസും ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ റീഡിംഗ് കാണുന്ന എല്ലാവർക്കും നന്ദി. ഈ റീഡിംഗ് കാണുമ്പോൾ നിങ്ങൾക്കതിലൂടെ ഒരു ചെറിയ സന്തോഷമെങ്കിലും ലഭിക്കുന്നുണ്ടെങ്കിൽ അത് തന്നെ വളരെ വലിയൊരു കാര്യമാണ്. അപ്പോൾ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് ഒരു കാര്യം കൂടി പറയാനുണ്ട്. നിങ്ങൾക്ക് പെയ്ഡ് പേഴ്സണൽ റീഡിങ്സിൽ താല്പര്യമുണ്ടെങ്കിൽ, അതിഷ്ടമാണെങ്കിൽ, അതിന് താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതായത് പെയ്ഡ് പേഴ്സണൽ റീഡിങ്സിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഇമെയിൽ ഐ ഡി വഴി കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. നമുക്ക് വേഗം തന്നെ ഇന്നത്തെ റീഡിങ്ങിലേക്ക് കിടക്കാം. വരും. ആ പേഴ്സൻ്റെ കറണ്ട് എനർജി അല്ലെങ്കിൽ ആ പേഴ്സൻ്റെ കറണ്ട് സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ പേഴ്സൺ ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് അല്ലെങ്കിൽ ആ പേഴ്സൻ്റെ ഫീലിങ്സ് എന്താണ് എന്ന് നോക്കുന്ന സമയത്ത് എനിക്കിവിടെ ആദ്യമായിട്ട് മനസ്സിലാകുന്നതും എനിക്കിവിടെ ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന എനർജിയും ഒന്നാണ്. അതായത് ആ പേഴ്സണ് നിങ്ങളോട് സംസാരിക്കണം എന്ന് ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ ഒരു പുതിയ തുടക്കം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാകണം, മനോഹരമായിട്ടുള്ള ഒരു പുതിയ തുടക്കം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാകണം എന്നാണ് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മനോഹരമായിട്ടുള്ള ഒരു പുതിയ തുടക്കം ഉണ്ടാകണം എന്നാണ് ആ പേഴ്സൺ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. ആ പേഴ്സൺ ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയാണ്. നിങ്ങളിപ്പോൾ എന്ത് ചെയ്യുമായിരിക്കും? നിങ്ങളിപ്പോൾ സന്തോഷത്തിലായിരിക്കുമോ, അതോ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ കാരണം നിങ്ങൾ വിഷമിക്കുന്നുണ്ടായിരിക്കുമോ? ഇതൊക്കെ ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ പേഴ്സൺ ചിന്തിക്കുകയാണ്, ഇനി ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ മാറിയിട്ട് ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കുമ്പോൾ എന്തൊക്കെ ആയിരിക്കാം ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കുന്നത്, നിങ്ങൾ എന്തൊക്കെയായിരിക്കും ആ പേഴ്സണോട് സംസാരിക്കുക എന്നൊക്കെ ആ പേഴ്സൺ ഇങ്ങനെ ചിന്തിക്കുകയാണ് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. ഡേ ഡ്രീമിങ്ങിൻ്റെ എനർജി എനിക്കിവിടെ ലഭിക്കുന്നുണ്ട്. ഡേ ഡ്രീമിങ് ചെയ്യുന്ന ഒരു സ്വഭാവം ആ പേഴ്സൺ ഉണ്ടായിരിക്കാം. അതായത് പകൽക്കിനാവ് കാണുന്ന ഒരു സ്വഭാവം ആ പേഴ്സൺ ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പേഴ്സൺ ഇങ്ങനെ പകൽക്കിനാവ് കാണുകയാണ്. അതായത് നിങ്ങൾ ആ പേഴ്സണോട് സംസാരിക്കുന്നത് എന്തൊക്കെയായിരിക്കും, ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ മാറിക്കഴിയുമ്പോൾ ആ പേഴ്സണോട് നിങ്ങൾ എന്തൊക്കെ സംസാരിക്കും, നിങ്ങളോട് ആ പേഴ്സൺ എന്തൊക്കെ സംസാരിക്കും, നിങ്ങൾ എത്രത്തോളം സന്തോഷവതിയായിരിക്കും ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ മാറുമ്പോൾ, അല്ലെങ്കിൽ ആ പേഴ്സൺ എത്രത്തോളം സന്തോഷമുണ്ടാകും ആ ഒരു സമയത്ത്, അതായത് നിങ്ങളോട് സംസാരിക്കുന്ന ആ ഒരു സമയത്ത് ആ പേഴ്സൺ എത്രത്തോളം സന്തോഷമുണ്ടാകും, ആ പേഴ്സൻ്റെ സന്തോഷം ആ പേഴ്സണ് അങ്ങനെ ചിന്തിക്കുമ്പോൾ പോലും, അതായത് നിങ്ങളോട് സംസാരിക്കുന്നതായിട്ടും നിങ്ങളുടെ പിണക്കം മാറുന്നതായിട്ടും ഒക്കെ ചിന്തിക്കുമ്പോൾ പോലും ആ പേഴ്സണ് ഒരുപാട് സന്തോഷം ഉണ്ടാവുകയാണ്. ആ പേഴ്സൻ്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര സന്തോഷം ആ പേഴ്സണ് അങ്ങനെ ചിന്തിക്കുമ്പോൾ പോലും, അതായത് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ മാറുന്നതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പോലും, അല്ലെങ്കിൽ നിങ്ങളുടെ പിണക്കം മാറുന്നതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പോലും ആ പേഴ്സണ് അത്രത്തോളം ഒരു സന്തോഷം ഉണ്ടാവുകയാണ് ചെയ്യുന്നത് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. അത് ചിന്തിക്കുമ്പോൾ, അതായത് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ മാറുന്നതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ പേഴ്സണ് അത്രത്തോളം സന്തോഷം ലഭിക്കുന്നത് കൊണ്ടാണ് ആ പേഴ്സൺ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. അതായത് നിങ്ങളുടെ പിണക്കം മാറുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങൾ ആ പേഴ്സണോട് സംസാരിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ആ പേഴ്സണ് വളരെയധികം സന്തോഷം ലഭിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പോലും ആ പേഴ്സണ് വളരെയധികം സന്തോഷം ലഭിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ പിണക്കം മാറുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ആ പേഴ്സണ് ഒത്തിരി സന്തോഷം ലഭിക്കുന്നുണ്ട്. നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ ആ പേഴ്സണ് ഒരുപാട് സന്തോഷം ലഭിക്കുന്നുണ്ട്. പക്ഷേ അതേസമയം തന്നെ ഒരു പുതിയ തുടക്കം ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്നതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, നിങ്ങൾ ആ പേഴ്സണോട് സന്തോഷത്തോടെ സംസാരിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ
നിങ്ങളുടെ ഈ ഒരു പിണക്കം മാറുന്നതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ പേഴ്സണ് ഒത്തിരി സന്തോഷം ലഭിക്കുന്നുണ്ട്. പക്ഷെ അതേ സമയം തന്നെ ആ പേഴ്സൺ ചിന്തിക്കുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ആ പേഴ്സൺ ഇനി നിങ്ങളോട് വന്ന് സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആ പേഴ്സണോട് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആ പേഴ്സണോട് സംസാരിക്കാതെ ഇരുന്നാലോ എന്നും ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. അതായത് ആ പേഴ്സൺ പകൽക്കിനാവ് കാണാറുണ്ട്, അല്ലെങ്കിൽ ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാറുണ്ട് എന്ന് ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെ ആ പേഴ്സൺ ചിന്തിക്കുന്ന സമയത്ത് ആ പേഴ്സൺ ഇനി നിങ്ങളോട് വന്ന് സംസാരിക്കാൻ ശ്രമിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ആ പേഴ്സണോട് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആ പേഴ്സണോട് സംസാരിക്കാതെ ഇരുന്നാലോ എന്നും ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. അതായത് ആ പേഴ്സൺ വളരെ സന്തോഷത്തോടു കൂടി നിങ്ങളോടൊന്ന് സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ, അല്ലെങ്കിൽ വന്ന് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ആ പേഴ്സണോട് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഒന്നും തന്നെ ആ പേഴ്സണോട് സംസാരിക്കാതെ ഇരിക്കുകയും, അല്ലെങ്കിൽ ആ പേഴ്സൺ വളരെ ഇഷ്ടത്തോടെ വളരെ സന്തോഷത്തോടെ നിങ്ങളോട് ആ പേഴ്സൻ്റെ ഫീലിങ്സ് തുറന്ന് പറയുന്ന സമയത്ത്, അല്ലെങ്കിൽ ആ പേഴ്സണ് പറയാനുള്ളത്, ആ പേഴ്സണ് ഒത്തിരി കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ പറയാനായിട്ട് ആ പേഴ്സൺ വളരെയധികം സന്തോഷത്തോടെ നിങ്ങളോടൊന്ന് സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ, അല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ നിങ്ങൾ ആ പേഴ്സണോട് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് ആ പേഴ്സണ് സംസാരിക്കാൻ പോലും ഒരു അവസരം കൊടുക്കാതിരുന്നാലോ, ഇനി സംസാരിക്കാൻ അവസരം കൊടുത്താൽ പോലും ആ പേഴ്സൻ്റെ ഫീലിങ്സ് പറയുന്ന സമയത്ത് ആ പേഴ്സൻ്റെ വിഷമം, അല്ലെങ്കിൽ ആ പേഴ്സൻ്റെ സന്തോഷം, അല്ലെങ്കിൽ ആ പേഴ്സണ് പറയാനുള്ളത് നിങ്ങളോട് പറയുന്ന സമയത്ത് നിങ്ങളത് ശ്രദ്ധിക്കാതെ ഇരുന്നാലോ എന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. അതായത് നിങ്ങളിനി ഒരു അവസരം കൊടുത്താലും ആ പേഴ്സണ് സംസാരിക്കാൻ ഒരു അവസരം നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ പോലും, കൊടുക്കുമോ ഇല്ലയോ എന്നൊന്നും ആ പേഴ്സൺ അറിയില്ല. അതായത് നിങ്ങൾ ആ പേഴ്സണ് നിങ്ങളോട് സംസാരിക്കാൻ ഒരു അവസരം നൽകുമോ എന്നൊന്നും ആ പേഴ്സൺ അറിയില്ല. ഇനി ആ പേഴ്സണ് നിങ്ങളോട് സംസാരിക്കാൻ ഒരു അവസരം ലഭിച്ചാലും ആ പേഴ്സൻ്റെ ഫീലിങ്സ് തുറന്ന് പറയുന്ന സമയത്ത് നിങ്ങളത് ശ്രദ്ധിച്ചില്ലെങ്കിലോ, അല്ലെങ്കിൽ നിങ്ങൾക്കത് ഇഷ്ടമായില്ലെങ്കിലോ, അല്ലെങ്കിൽ ആ പേഴ്സണോട് സംസാരിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിലോ, അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോഴും ആ പേഴ്സണോട് പിണക്കമാണെങ്കിലോ എന്നും ആ പേഴ്സൺ ചിന്തിക്കാറുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. അല്ലെങ്കിൽ ഇനി നിങ്ങൾ ആ പേഴ്സണെ സംസാരിക്കാൻ ഒരു അവസരം കൊടുത്താലും എന്തൊക്കെയാണ് നിങ്ങളോട് പറയേണ്ടതെന്ന് ആ പേഴ്സൺ അറിയില്ല. അതായത് ആ പേഴ്സൺ ഒത്തിരി കാര്യങ്ങൾ ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ സംഭവിച്ചിട്ട് ഒരുപാട് നാളായിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ആ പേഴ്സൺ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് ഇങ്ങനെ പറയണം എന്ന് വിചാരിച്ചിട്ടൊക്കെ ചിന്തിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങളോട് ഇനി സംസാരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ മാറി ഒരു പുതിയ തുടക്കം ഉണ്ടാവുകയാണെങ്കിൽ ആ ഒരു സമയത്ത് സത്യം പറഞ്ഞാൽ ആ പേഴ്സൺ അറിയില്ല എന്തൊക്കെയാണ് നിങ്ങളോട് പറയേണ്ടതെന്ന്. കാരണം അത്രമാത്രം ആ പേഴ്സണ് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാനുണ്ട്. അത്രമാത്രം ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു പുതിയ തുടക്കം ഉണ്ടാകുമെന്ന് ആ പേഴ്സണൊരു വിശ്വാസമുണ്ട്, അല്ലെങ്കിൽ അത് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അത് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ആ പേഴ്സൺ അറിയില്ല. ഇനി ആ പേഴ്സൺ നിങ്ങളോട് സംസാരിച്ചാലും നിങ്ങൾക്ക് ആ പേഴ്സണോട് സംസാരിക്കാൻ താല്പര്യമുണ്ടോ, അല്ലെങ്കിൽ ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ ആ പേഴ്സൺ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുമോ എന്ന് പോലും ആ പേഴ്സൺ അറിയില്ല. പക്ഷേ അതേസമയം തന്നെ ആ പേഴ്സൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് ഒരു പുതിയ തുടക്കം ഉണ്ടാകണം. ഈ ഒരു റിലേഷൻഷിപ്പിൽ പുതിയ തുടക്കം ഉണ്ടാകുന്ന സമയത്ത്, പുതിയൊരു തുടക്കം ഉണ്ടാകുന്ന സമയത്ത് ആ പേഴ്സൺ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് നിങ്ങൾ കേൾക്കണം. അതായത് ആ പേഴ്സൻ്റെ ഫീലിങ്സ് എന്താണ്, ആ പേഴ്സൻ്റെ വിഷമവും ആ പേഴ്സൻ്റെ സന്തോഷവും ഒക്കെ പറയുന്ന സമയത്ത് നിങ്ങളതൊന്ന് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ആ പേഴ്സണോട് പറയാനുള്ളത്, നിങ്ങളുടെ ഫീലിങ്സ് എന്താണെന്ന് അറിയാനും ആ പേഴ്സൺ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. അതിനെക്കുറിച്ചൊക്കെയാണ് ആ പേഴ്സൺ ഇപ്പോൾ ചിന്തിക്കുന്നത് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. അതായത് ഈ ഒരു നിമിഷം ആ പേഴ്സൺ ചിന്തിക്കുന്നത് ഇതൊക്കെയാണ് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. ഇനി നമുക്ക് നോക്കാം ആ പേഴ്സൺ നിങ്ങളോട് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ആ പേഴ്സൻ്റെ സന്ദേശം എന്താണ്, അല്ലെങ്കിൽ ആ പേഴ്സണ് ഈ ഒരു നിമിഷം നിങ്ങളോട് പറയാനുള്ളത് എന്താണ് എന്ന് നോക്കുന്ന സമയത്ത് എനിക്കിവിടെ മനസ്സിലാകുന്നത്, ആ പേഴ്സണ് ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തന്നെ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ ഒരു പുതിയ തുടക്കം ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടാകണം, അതായത് ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാവണമെന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ എന്നിട്ടും എന്തുകൊണ്ടാണ് ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാത്തത് എന്ന് വെച്ചാൽ, നിങ്ങൾ ആ പേഴ്സണോട് ദേഷ്യപ്പെടുമോ എന്ന് പേടിച്ചിട്ടാണ്. അതായത് ആ പേഴ്സൺ ഇനി നിങ്ങളോട് വന്ന് സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾ ആ പേഴ്സണോട് ദേഷ്യപ്പെട്ടാലോ എന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ പേഴ്സണോട് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് നിങ്ങൾ പറഞ്ഞാലോ
എന്ന് വിചാരിച്ചിട്ടാണ് ആ പേഴ്സൺ ഇതുവരെ നിങ്ങളോട് സംസാരിക്കാത്തത്. ഞാൻ പറഞ്ഞിരുന്നല്ലോ, നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ ആ പേഴ്സൺ ഒരുപാട് സന്തോഷം ലഭിക്കുന്നുണ്ട്. ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ മാറുന്നതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ ആ പേഴ്സണ് വളരെയധികം സന്തോഷം ലഭിക്കുന്നുണ്ട്. അത് ആ പേഴ്സണ് ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ആ പേഴ്സൻ്റെ ജീവിതത്തിൽ ആ പേഴ്സണ് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ പിണക്കം മാറുക എന്നുള്ളത്. നിങ്ങളുടെ പിണക്കം മാറിയാൽ അത് ആ പേഴ്സണ് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യമായിരിക്കും. അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പോലും ആ പേഴ്സൺ ഇത്രത്തോളം, അതായത് ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്. എന്നിട്ട് പോലും ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാത്തത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്കിനി ആ പേഴ്സണോട് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് നിങ്ങൾ പറഞ്ഞാലോ, ഇനി ആ പേഴ്സൺ നിങ്ങളോട് സംസാരിച്ചാൽ നിങ്ങൾക്കത് ഇഷ്ടമായില്ലെങ്കിലോ, നിങ്ങൾ ആ പേഴ്സണോട് ദേഷ്യപ്പെട്ടാലോ എന്ന് വിചാരിച്ചിട്ടാണ് ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാത്തത്. അല്ലെങ്കിൽ മേ ബി ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ തുടങ്ങിയിട്ട് ഒരുപാട് നാളായിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ഇതുവരെ ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാതെ ഇരുന്നിട്ട് ഇനി ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കുമ്പോൾ എന്താണ് ഇത്ര നാളും നിങ്ങളോട് സംസാരിക്കാത്തത് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആ പേഴ്സണോട് ദേഷ്യപ്പെട്ടാലോ, അല്ലെങ്കിൽ നിങ്ങൾ ആ പേഴ്സണോട് ദേഷ്യപ്പെട്ടാലോ എന്ന് പേടിച്ചിട്ടാണ്. പേടി എന്ന് പറഞ്ഞാൽ ഒരുപാടല്ല, എങ്കിലും ചെറിയൊരു പേടിയുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ പേഴ്സണോട് സംസാരിക്കാൻ താല്പര്യമില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാത്തത്. പക്ഷേ അതേസമയം തന്നെ ഒരു പുതിയ തുടക്കം ഉണ്ടാവുകയാണെങ്കിൽ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പുതിയ തുടക്കം ഉണ്ടാവുകയാണെങ്കിൽ, നിങ്ങളിനി ആ പേഴ്സണോട് കുറച്ച് ദേഷ്യപ്പെട്ടാലും സാരമില്ല, ഒരു പുതിയ തുടക്കം ഉണ്ടാവുകയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്നുണ്ടെങ്കിൽ ആ പേഴ്സണ് അത് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യമായിരിക്കും. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാവുകയാണെങ്കിൽ അത് ആ പേഴ്സണ് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യമായിരിക്കും. എനിക്കിവിടെ ലഭിക്കുന്ന ഒരു സന്ദേശം എന്താണെന്ന് വെച്ചാൽ, ഇത് മേ ബി നിങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങളുമായിരിക്കാം. നിങ്ങളുടെ രണ്ടുപേരുടെയും പിണക്കമൊക്കെ മാറി ഒരു പുതിയ തുടക്കം ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾക്കും ഒരുപാട് സന്തോഷമാകുമായിരിക്കാം. അതായത് ആ പേഴ്സൺ എത്രത്തോളം സന്തോഷിക്കുന്നുണ്ട്, അതായത് ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ മാറുകയാണെങ്കിൽ ആ പേഴ്സൺ ഒരുപാട് സന്തോഷിക്കുമെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അതേപോലെ തന്നെ നിങ്ങളും സന്തോഷിക്കുമായിരിക്കാം. അതായത് ആ പേഴ്സൺ സന്തോഷിക്കുന്നതോടൊപ്പം തന്നെ അതുപോലെ തന്നെ നിങ്ങളും സന്തോഷിക്കുമായിരിക്കാം ഒരു പുതിയ തുടക്കം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാവുകയാണെങ്കിൽ എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. ഞാൻ ഈ പുതിയ തുടക്കത്തിൻ്റെ കാര്യം എടുത്തു പറയാൻ കാരണം, ന്യൂ ബിഗിനിങ് എന്നുള്ള ഒരു കാര്യം ഞാൻ എടുത്തു പറയാൻ കാരണം, ഒരു എനർജി എനിക്കിവിടെ ശക്തമായിട്ട് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. മേ ബി നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം ഈ റിലേഷൻഷിപ്പിൽ ഒരു പുതിയ തുടക്കം ഉണ്ടാകണമെന്ന്, ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാകണമെന്ന് നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കാം ആ ഒരു എനർജി എനിക്കിവിടെ ലഭിക്കുന്നത്. എന്തായാലും ആ ഒരു മെസ്സേജ് എനിക്കിവിടെ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് എന്താണോ അത് മാത്രം നിങ്ങളെടുക്കുക. അതായത് എനിക്കിവിടെ ലഭിക്കുന്ന മെസ്സേജസ് ആണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇതിലെന്താണോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് അത് മാത്രം നിങ്ങളെടുക്കുക. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ്. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, ഇതുപോലുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ റീഡിംഗ് കണ്ട എല്ലാവർക്കും നന്ദി. എല്ലാവരും എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക. ബൈ ബൈ.